ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 4th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് നമ്മുടെ ബാക്കി പോർഷൻസിലേക്ക് പോകാം. What skeletal studies tell us? It is easy to make out the skeleton of a child from its small size. However, there are no major differences in the bones of a girl and a boy. അപ്പം ഈ സ്കെൽട്ടൺ സ്റ്റഡീസിനെയൊക്കെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരു കുട്ടിയുടെ സ്കെൽട്ടൺ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പമാണ്, കാരണം വളരെ ചെറിയൊരു സൈസാണ്. അതൊക്കെ കൂടി ചേർത്ത് ഒരു സ്കെൽട്ടൺ ആക്കാനായിട്ട് വളരെ ഈസിയാണ്. എങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ ആണോ ആൺകുട്ടിയുടെ ആണോ ഈ ബോൺസ് ഒന്നും കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല അതിൽ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ക്യാൻ വി മേക്ക് ഔട്ട് വെദർ എ സ്കെൽട്ടൺ വാസ് ദാറ്റ് ഓഫ് എ മാൻ ഓർ എ വിമൻ? അപ്പോൾ ഒരു പുരുഷൻ്റെ ആണോ സ്ത്രീയുടെ ആണോ സ്കെൽട്ടൺ എന്ന് കണ്ടെത്താൻ എന്താണ് വഴിയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Sometimes people decide on the basis of what is found with the skeleton. For instance, if a skeleton is found with jewelry, it is sometimes thought to be that of a woman. However, there are problems with this. Often men also wore ornaments. അപ്പം ഈ ഓരോരുത്തരുടെ കുഴിമാടം നോക്കുമ്പം ഈ സ്കെൽട്ടൻ്റെ കൂടെ എന്താണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അവർ പുരുഷൻ്റെ ആണോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്കെൽട്ടൺ ആണോ എന്നുള്ളത്. അതായത് ഇപ്പോൾ സ്കെൽട്ടൻ്റെ കൂടെ ജ്വല്ലറി ആണ് കാണുന്നതെങ്കിൽ അത് സ്ത്രീയുടെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ചില പ്രോബ്ലംസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം പുരുഷന്മാരും ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ധരിക്കും. A better way of figuring out the sex of a skeleton is to look at the bone structure. The hip or the pelvic area of the woman is generally larger to enable childbearing. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഹിപ്പ് ബോണ്, അതായത് അരയുടെ അവിടുത്തെ ആ ബോണ് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ആ ഒരു ബോണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായിരിക്കും. കാരണം അവർ പ്രസവിക്കുന്നതാണ് അല്ലേ, കുട്ടികളെയൊക്കെ പ്രസവിക്കുന്നതായതുകൊണ്ട് അവർക്ക് ആ ഹിപ്പ് ബോണ് അല്ലെങ്കിൽ ആ പെൽവിക് ബോണ് ഇച്ചിരി വലുതായിരിക്കും. ദീസ് ഡിസ്റ്റിങ്ഷൻസ് ആർ ബേസ്ഡ് ഓൺ മോഡേൺ സ്കെൽട്ടൺ സ്റ്റഡീസ്. ഇന്ന് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കെൽട്ടനൊക്കെ കണ്ടെത്തുന്നത്. അതായത് സ്ത്രീയുടെ സ്കെൽട്ടൺ ആണോ പുരുഷൻ്റെ സ്കെൽട്ടൺ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെയധികം ഈസിയാണ്. ഈ പെൽവിക് ബോൺസ് മാത്രം നോക്കിയാൽ മതി. About 2000 years ago, there was a famous physician named Charaka who wrote a book called medicine known as the Charaka Samhita. 2000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഫേമസ് ഫിസിഷ്യനാണ് ചരക എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ബുക്കാണ് ചരക സംഹിത. There he states that the human body has 360 bones. This is much larger number than the 200 bones that are recognized in modern anatomy. അദ്ദേഹം ഈ ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് 360 ബോൺസ് ആണ് മനുഷ്യർക്കുണ്ടെന്ന്. പക്ഷേ അക്കോർഡിംഗ് ടു മോഡേൺ അനാട്ടമി അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസ് പ്രകാരം 200 ബോൺസ് മാത്രമേ ഒരു മനുഷ്യനുള്ളൂ എന്നാണ് പറയുന്നത്. ചരക അറൈവ്ഡ് അറ്റ് ദ ഫിഗർ ബൈ കൗണ്ടിങ് ദ ടീത്ത്, ജോയിൻസ് ആൻഡ് കാർട്ടിലേജ്. ചരക എങ്ങനെയാണ് ഈ 360 ബോൺസ് ഒരാളുടെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞത്? അദ്ദേഹം ഈ ടീത്തും അതുപോലെ ഓരോ എല്ലുകൾ തമ്മിലുള്ള ജോയിൻറ്റും പിന്നെ കാർട്ടിലേജ്, അതായത് നമ്മുടെ ചെവിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ചരക പറഞ്ഞത് 360 ബോൺസ് ഉണ്ടെന്ന്. അല്ലാണ്ട് ശരിക്കും ബോണെന്ന് പറയുന്നത് 200 ബോണേ ഉള്ളൂ. Occupations at Inamganj. Archaeologists have found seeds of wheat, barley, rice, pulses, millets, peas and sesame. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ ഓരോരോ സീഡ്സ് ഒക്കെ ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബോൺസ് ഓഫ് എ നമ്പർ ഓഫ് ആനിമൽസ്, മെനി ബെയറിംഗ് കട്ട് മാർക്സ് ദാറ്റ് ഷൂ they may have been used as food, have also been found. അതുപോലെ തന്നെ ഒരുപാട് ആനിമൽസിൻ്റെ ബോൺസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബോൺസ് ഒക്കെ മുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ആൾക്കാർ ഈ ആനിമൽസിനെയൊക്കെ കൊന്നു കഴിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ദിസ് ഇൻക്ലൂഡ് കാറ്റിൽ, ബുഫല്ലോ, goat, sheep, dog, horse, ass, pig, sampa, spotted deer, black buck, antelope, hare and mongoose, besides birds, crocodile, turtle, crab and fish. അപ്പം ഇങ്ങനെ ഒരുപാട് ആനിമൽസിനെയും ബേർഡ്സിനെയും റെപ്റ്റൈൽസിനെയും ഫിഷിനെയും ഒക്കെ ഇവർ കഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ബോൺസ് ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. There is evidence that fruits such as bear, amla, jamun, dates and a variety of berries were collected. അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഇവർ കളക്ട് ചെയ്തതിനുള്ള എവിഡൻസും ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. Elsewhere, find China in your atlas. Around 3500 years ago, we find some of the first evidence of writing in China. അപ്പം 3500 വർഷങ്ങൾക്ക് മുന്നെയാണ് ആദ്യമായിട്ട് ചൈനയിൽ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതായിട്ടുള്ള എവിഡൻസ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
These writings were on animal bones. They are called oracle bones because they were used to predict the future. അപ്പോൾ എങ്ങനെയാണ് ഇവർ എഴുതിയത്? ഓരോ ആനിമൽ ബോൺസിലാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ഇതിനെ അവർ ഓറാക്കിൾ ബോൺസ് എന്നാണ് പറയുന്നത്. കാരണം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ഇവരെ അങ്ങനെ വിളിച്ചത്. Kings got scripts to write questions on the bones. Would they win battles? Would the harvest be good? Would they have sons? The bones were then put into the fire and they cracked because of the heat. Then fortune tellers studied these cracks and tried to predict the future. As you may expect, they sometimes made mistakes. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഭാവി പ്രവചിക്കാൻ പറ്റുന്നത്? ഈ രാജാക്കന്മാർക്ക് അവർക്ക് എന്താണോ ഉള്ള ക്വസ്റ്റ്യൻ അത് ഈ ബോണിൽ എഴുതും. ഇനി അവരൊരു യുദ്ധത്തിൽ ജയിക്കുമെന്നാണോ, അല്ലെങ്കിൽ ഇത്തവണത്തെ ഹാർവെസ്റ്റൊക്കെ വളരെ നല്ലതായിരിക്കുമോ, അല്ലെങ്കിൽ അവർക്കൊരു പുത്രൻ ജനിക്കുമോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അവർ ഈ ബോണിൽ എഴുതിയിട്ട് അതൊക്കെ ഈ ഫയറിലേക്ക് ഇടും. അതിനുശേഷം ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ്, അതായത് ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ആൾക്കാർ ഈ ഫയറിലേക്ക് വീഴുമ്പോൾ ഈ ബോണ് ക്രാക്കാവും, അതായത് പൊട്ടിപ്പോവും അല്ലേ. ഈ പൊട്ടിയ ഈ ബോണിൻ്റെ പാർട്സൊക്കെ എടുത്ത് അവരതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുമ്പം അവർ കാര്യങ്ങൾ പറയും എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നതെന്ന്. മിക്കവാറും ഇതിനൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഇവരെ ആൾക്കാർ വരുത്താറുമുണ്ട്. These kings lived in palaces in cities. They amassed vast quantities of wealth, including large, elaborately decorated bronze vessels. However, they did not know the use of iron. ഈ രാജാക്കന്മാരൊക്കെ വലിയ പാലസ്, അതായത് ഒരുപാട് വലിയ രാജകൊട്ടാരങ്ങളിൽ, സിറ്റീസിൽ ഉള്ള രാജകൊട്ടാരങ്ങളിലൊക്കെയാണ് ഇവർ ജീവിച്ചിരുന്നത്. അവർക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ബ്രോൺസ് വെസലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അയൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രം അറിയത്തില്ലായിരുന്നു. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ജിയോഗ്രഫിയുടെയും സയൻസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾ കണ്ട് നന്നായിട്ട് പഠിക്കുക. അതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കാനായിട്ട്. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക.